ഹലോ ഗൈസ്, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യോ, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം മൈൻഡ് ആക്കാതെ നിൽക്കുന്ന, ബിക്കോസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് ഇന്ന് എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്ക് ലീവുള്ള ദിവസങ്ങളിലാവും എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ലീവുള്ള ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാനാണ് തോന്നാറുള്ളത്. പക്ഷെ അതിന് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യം തന്നെ വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി എന്താ ഭംഗി പുറമൊക്കെ കാണാൻ. ഞാൻ ഞങ്ങൾക്കൊരു കള്ളത്തിനെ കാണിച്ചു തരാം കേട്ടോ. അവിടെ സ്കൂൾക്ക് പോവാത്ത കള്ളത്തി എവിടെ? ജലദോഷം എവിടെ? ജലദോഷം എവിടെ? കാണിച്ചതാ കാണിച്ചതാ നോടച്ച് കള്ളത്തിയാണ്. ഒരു കുഴപ്പമില്ല നോക്ക്. എന്നിട്ട് വെറുതെ സ്കൂൾക്ക് പോവാതെ കാര്യം. ബിക്കോസ് എനിക്കെന്താ ലീവാണ്, അതുകൊണ്ട് ഓള് ലീവ് എടുത്തേക്ക്. അതിന് ഇതിനാണ് ജി ലീവ് എടുത്തത്. എന്ത് എന്തെന്ത് വെറുതെ കള്ളത്തര പറയോള്. രാവിലെ തന്നെ ഞാൻ വന്നപ്പോൾ ഒരാൾ റൂമിൽ പുതച്ച് മൂടി കിടക്കണം. ചോദിച്ചപ്പോൾ ആദ്യം ജലദോഷമാണ്, മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഞങ്ങളിന്ന് ഓൾറെഡി പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതായത് ഷോപ്പിംഗ് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി പുറത്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓളും ഞങ്ങളൊപ്പം വരാൻ വേണ്ടിയാണ്ട് ഇന്ന് ലീവ് എടുത്തതാണ് കള്ളത്തി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാം റെഡി. എൻ്റെ ലിപ്സ്റ്റിക്ക്, എൻ്റെ ഹൃദയമാണ് തകർന്നു പോയത്. അതെങ്ങാനും പൊട്ടിയോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല. എല്ലാം ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ ലിപ്സ്റ്റിക്ക് പോയാൽ അത് മാത്രം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോകാൻ റെഡി ആവാം. മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീന് പീച്ചി അതിൻ്റെ ആത്മാവിനെ വരെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയതൊന്ന് വാങ്ങണം എന്തായാലും കുറച്ചും കൂടി അതിലുണ്ടാവില്ല. അതും കൂടി പീച്ചി എടുത്തിട്ട് ബാക്കി നോക്കാം. അങ്ങനെ പോവാൻ റെഡിയായി. ഞാനൊരു കുർത്തയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നടന്നെത്തിയപ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ലെനനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പോകുന്നത്. സംഭവം ഉള്ള കള്ളത്തരം പറയുകയാണെങ്കിലും നമ്മളൊക്കെ അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ, നല്ലതാണോ ഉള്ളതാണോ എന്നൊക്കെ. അപ്പോൾ ചെറിയ രീതിയിൽ ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു പനിയൊക്കെ അവൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ ഈ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് പുറത്ത് കൂടെ ഇലക്ഷൻ്റെ ആ ഒരു പാട്ടുപാടിയുള്ള വണ്ടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ കണ്ട് ലെനൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ ഓൾ ഈ ഒരു ഗെയിമും കളിച്ചിരിക്കുന്നു. ഞാനും ഓളായിരുന്നു ഇത് മത്സരിച്ച് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓൾക്ക് അവസാനം ഒരു 300 സംതിങ് എങ്ങാണ്ട് റാങ്ക് പോയി. എനിക്കൊരു 200 സംതിങ്ങേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിയിട്ട് അതിലൊരു വലിയൊരു ജാഥ തന്നെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വായി നോക്കിന്ന്. പിന്നെ കുറച്ച് നേരം അവിടെ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ അവിടെയും കുറച്ച് നേരം വായി നോക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ ഒരു ജാംജൂമിലോട്ട് പോയി. ഇത് പ്രേതമല്ല, ഇത് ലെനയാണ്. മഴ ചെറിയ രീതിയിലൊന്ന് ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഷാളും പുതച്ചെടുത്ത് നടക്കുന്നു. അങ്ങാടി കൂടെയൊക്കെ ഇതും എടുത്ത് വലിച്ച് നടക്കുകയായിരുന്നു അവൾ. ജാംജൂമിലെത്തി. എനിക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ്, അങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. അല്ല ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങണം എന്ന് എൻ്റെ മൈൻഡിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അത് മാറുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ മാംഗോസ്റ്റീൻ്റെ സൈഡിലേക്കാണ് പോയത്. മാംഗോസ്റ്റീനൊക്കെ എന്താ വില, 269 റുപ്യ. നമ്മളെ വീട്ടിലെത്രങ്ങാനുണ്ട്, കൊണ്ടുവന്ന് മറിച്ച് വിറ്റാലോ അത്. ഇമ്മക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമുണ്ട് യിപ്പി. ഇമ്മ അത് എടുക്കുന്നത് കണ്ടാൽ മെല്ലെ അതവിടെ കൊണ്ടുവയ്ക്കും. പക്ഷെ ഞങ്ങളത് മെല്ലെ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ അവിടെ റാമേനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇപ്പം നമ്മൾ യിപ്പീൻ്റെ ഒരു വലിയ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മെല്ലെ ഞാൻ നമ്മുടെ കാട്ടിൽ കൊണ്ടുപോയിട്ടു. പിന്നെ നമ്മൾ കുറച്ചിട്ട് ഫാൻസി ഐറ്റംസിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോയി. ക്ലിപ്പ്, മാല, ബണ്ണ്, ഇങ്ങനത്തെ ഏരിയയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ക്ലിപ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫേക്ക് നെയിൽസ് കണ്ടു. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ച്. എന്തിനാ, വെറുതെ യൂസ് ചെയ്യൂല. കാണുമ്പോഴുള്ള ആ ഒരു രസത്തിനേ വാങ്ങുള്ളൂ. കുറേയൊന്നും വീട്ടിൽ വന്ന പല കാര്യങ്ങളും യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കുറേ സാധനങ്ങളും നമുക്ക് കാണാതെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മഷ്റൂം എടുത്തു. മഷ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോയി. അവിടെയാണ് നമ്മളെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഓടിച്ചാടി അങ്ങോട്ട് പോയി. ഒന്നും എടുക്കരുത് എന്ന് വിചാരിച്ച് കയറിയ ഞാനാണ്. അവിടെ എത്തിയപ്പോൾ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ പോലെ എനിക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കാമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു.
പിന്നെ എനിക്ക് എൻ്റെ ടേബിളൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങൾ അവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഓൺലൈനിൽ കിട്ടുമെന്ന് അങ്ങനെയും ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെയൊക്കെയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെന്നൊക്കെ കണ്ടു. എന്തായിരുന്നു ഇതിൻ്റെ പേര്? ലുബൂബു. ലബൂബു ആണോ ലുബൂബു ആണോ? എന്തോ സാധനം. അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് എടുക്കേണ്ടത് ഇവിടെ നിന്നുള്ള നല്ല കൺഫ്യൂഷനായിരുന്നു. എന്നാലും ഞാൻ ഓവർ ആക്കില്ല. ഞാൻ ഇന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ഓർഗനൈസറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറുമ്പോൾ അവിടെയുള്ള എല്ലാ ബുക്കും പോലും സെർച്ച് ചെയ്യൽ നിർബന്ധമാണല്ലോ. ഒരു കാര്യമില്ലാതെ ഇവിടെ കുറച്ച് വിളക്ക്, മണി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി അവിടുത്തെ കുറേ മണിയൊക്കെ കിളിക്കുന്നിട്ട് അവിടുത്തെ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും വേണോ ചോദിച്ചു. ഒന്നും വേണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി വരുന്നതാണ്. ജാംജുമുക്ക് ഇമ്മ എപ്പോൾ ഇറങ്ങിയാലും ഞാൻ ഇമ്മാൻ്റെ പിന്നാലെ കൂടും. ഞാൻ ഉമ്മാനോട് പറയാം നമുക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ലീവുള്ള ദിവസം പോയാൽ മതി പറഞ്ഞു നോക്കും. എനിക്കുള്ള ലീവുള്ള ദിവസം പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ പിന്നാലെ കൂടിക്കണ്ട് മറ്റേ അയ്യോ അമ്മേ തലവേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൾ എങ്ങനെയും ലീവ് കട്ടാക്കിയിട്ട് എൻ്റെ പിന്നാലെ വരാനായിട്ട് നോക്കും. ഞങ്ങൾ മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ ഉമ്മ വാ പോവാ മതി ഉമ്മക്കറിയാം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഞങ്ങൾ നല്ലൊരു എമൗണ്ടിനുള്ള എടുക്കുന്നുള്ളത്. അങ്ങനെ ഉമ്മ ഒരുവിധം ഞങ്ങൾ അവിടുന്ന് വലിച്ചു കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ബില്ലാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു. പിന്നെ അവിടെ 2 കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂപ്പണൊക്കെ ഫില്ല് ചെയ്തു. നമ്മൾ വീട്ടിലെത്തി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഈ കൊറിയറിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള സംഭവം സർപ്രൈസാണ്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതിലെല്ലാ ക്ലിപ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്, നൈറ്റ് ഫുഡ് കഴിക്കുന്നത് അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫുഡല്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോൻ്റെ കാര്യമൊക്കെ ഒന്ന് മറന്നുപോയി. പിന്നെ നമുക്ക് രാത്രി ഒരു 7 മണിയായപ്പോൾ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഓരുടെ വക ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ഞാൻ പോകണ്ട വിചാരിച്ചാണ്. പിന്നെ അവിടുന്ന് ചായയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും ലെനിയും പോയി. അവിടെ എത്തിയാലും ഓൾ ഒരു ഗെയിം കളിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സമ്മേളനം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തെ വീട്ടിൽ പൂച്ചക്ക് 3 കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗർഭിണികളെ ശുശ്രൂഷിക്കാനല്ല ഗർഭിണികളെ കാണാൻ ഇറങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗർഭിണിയല്ലല്ലോ പ്രസവിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അവിടെയുള്ള 3 കുട്ടികളെ കണ്ട് കുറച്ച് നേരം മൂന്ന് അതിനെ കുട്ടികളല്ലേ? കളിപ്പിച്ചു. അതിനോട് മൂന്നെണ്ണം. ബിസ്ക്കറ്റ് ഇതൊക്കെ മൂന്ന് മഞ്ഞ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കറുപ്പ്. ആ അയ്യ 2 മഞ്ഞ ഒരു കറുപ്പുവാ. മൂന്ന് മഞ്ഞ ഉണ്ടായില്ലേ? അതെവിടെ ഇപ്പോൾ? ഇതാണ് നല്ല രസം. കറുപ്പ് നീല കണ്ണുകളാ. അതോ അത് വികൃതിയായിട്ടാണ്. പാല് കുടിക്കാൻ നുറുക്കൊക്കെ കൊടുക്കാം. ഒക്കെ തിന്നതേ. അങ്ങനെ നമ്മൾ ആ വീടിൻ്റെ ഓണേഴ്സ് വരുന്നതിൻ്റെ മുന്നേ അവിടുന്ന് വേഗം ചാടി. എനിക്ക് പൂച്ചകളെയും പട്ടികളൊക്കെ ദൂരത്തുനിന്ന് കാണാനേ ഇഷ്ടമുള്ളൂ. ഞാൻ തൊടില്ല. എന്താ അറിയില്ല. ഞാനിങ്ങനെ തൊടാറൊന്നുമില്ല. പിന്നെ വീട്ടിലെത്തി എന്തോ ഒരു പെണ്ണ് കഴിച്ചു. പിന്നെ നമ്മൾ രാത്രി കിടക്കാനായിട്ട് പോയി. ആദ്യം ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഒരു ടോണർ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ടു. പിന്നെ ഒരു അണ്ടർ ഐ ക്രീം ഇട്ടു. അണ്ടർ ഐ ക്രീമൊക്കെ വെറുതെ ഇടണം. ഇടും ചെയ്യും എന്നിട്ട് 1 മണി വരെ ഫോണിൽ കളിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുറവുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.